പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ഇന്നത്തെ യാത്ര അപാരം. കാരണം മറക്കാൻ പറ്റാത്ത യാത്രയാണ് ഇന്നത്തെ യാത്ര. കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ അലഞ്ഞു. എന്തായാലും ഇപ്പോൾ ഈ വൈകുന്നേരം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ല തന്നെയാണ്. തോട്ടയ്ക്കാട്, കല്ലമ്പലത്തിന് പിന്നിൽ തോട്ടയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നിട്ട് നമ്മൾ ഒരുപാട് ദുർഘടമായ വഴിയിൽ കൂടിയാണ് താണ്ടി ഇവിടെ എത്തിയത്. ഇവിടെ ഒരു പറമ്പിൽ 2 അതിഥികൾ വന്ന് പെട്ടു എന്നവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി. ഈ വീട്ടിൻ്റെ പിന്നിൽ ഏതോ ഒരു ഒഴിഞ്ഞ പറമ്പാണ്. എന്നാലും 2 അതിഥികൾ വന്ന് കയറുന്ന കണ്ടപ്പോൾ അവർക്കൊരു പേടിയായി. ഇനി വേറെ എന്തെങ്കിലും അവർക്ക് ഇനി സംസ്ഥാന സമ്മേളനം വരെ നടക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള ഭയമായിരുന്നു. എന്തായാലും നമുക്ക് സമയം കളയണ്ട. ഈ വീട്ടിൻ്റെ പിന്നിൽ ആ അതിഥികൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ കൂട്ടുകാരുണ്ട്. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. എന്തായാലും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീം നമ്മുടെ ഈ അതിഥികളെ കണ്ട സ്ഥലത്തെത്തി. ഇവിടെ ഒരു ഈ പുനം ഇങ്ങനെ കാണുന്നുണ്ട്. ഈ പുനത്തിനകത്താണ് ആദ്യം ഒരു അതിഥി വന്ന് കടന്നു പോയത്. അത് കഴിഞ്ഞ് രണ്ടാമത് മറ്റൊരു അതിഥി കൂടി കടന്നു പോയെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ആ മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ പാമ്പുകളുടെ ഇണചേൽ സമയം നവംബർ, ഡിസംബർ, ജനുവരി ആണോ ഞാൻ എപ്പോഴും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരോട് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാന പീരീഡ്, അതായത് ഒരു 10-ാം തീയതി, ജനുവരി 10-ാം തീയതി വരെയൊക്കെ ഇവരുടെ ഒരു 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി വരെയൊക്കെ ഇവരുടെ മാറ്റിംഗ് ടൈമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മാളത്തിൽ റെസ്റ്റ് എടുത്ത് മുട്ട വയറ്റിൽ തയ്യാറായി മുട്ട മാളങ്ങളിൽ നിക്ഷേപിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ പടം പൊഴിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ മുട്ട മാറ്റിംഗ് ഇണചേർന്ന് കഴിഞ്ഞ് കാണും. ഇനി മുട്ട നിക്ഷേപിക്കാനുള്ള ഒരു പീരീഡാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും സമയങ്ങളാണ്. നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കാൻ ഇവിടെ ആരാണ് അതിഥിയെന്ന്. എന്തായാലും നമുക്ക് കുറച്ച് പണി. ഇന്നലെയും എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നും അതുപോലെ ഇനി അടുത്ത് ഇങ്ങനെ കോളുകൾ ചിറ്റാറ് സേത്തോടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അതിഥി എത്രയും പെട്ടെന്ന് എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് ഒന്ന് കാണിച്ചതിന് ശേഷം, പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. നമ്മുടെ പണി ആരംഭിക്കാം. അല്ലെങ്കിൽ എൻ്റെ ജോലി നിത്യേന ചെയ്യുന്ന വാഴയ്ക്ക് കളയിൽ നമുക്ക് ആരംഭിക്കാം. എല്ലാ സ്ഥലത്തും ചെയ്യുമ്പോഴത്തെ പണി തന്നെയാണ്. നമുക്ക് കാരണം ഇവരിപ്പോൾ ഇവിടെ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ മണ്ണിടിച്ചിടിച്ച് ചിലപ്പോൾ ഒരു 10 മൂട് വാഴയൊക്കെ അവർക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. ഒരു 2-3 വാഴക്കന്ന് എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒത്തിരി ഇനി അധികം ദൂരത്തിലേക്ക് ഈ മാളം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം മാളത്തിൻ്റെ മറണ്ട് അവർ പറഞ്ഞ സ്ഥലം ആയിക്കഴിഞ്ഞു. നോക്കാം കുറച്ചുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥി എവിടെയാണ് ഇരിക്കുന്നത്.
നമുക്ക് അധികം കഷ്ടപ്പെടാതെ ഒരതിഥിയെ പിടിവിടാൻ കഴിഞ്ഞു.